ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളൊക്കെ അദ്ദേഹം വീണ്ടെടുക്കുകയാണെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരുന്ന പല രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബെഞ്ചമിന് പിന്തുണ അറിയിക്കുന്നു. അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു വാസ്തവം എന്താണ് യഥാർത്ഥത്തിൽ? ഇസ്രയേലും ലെബനനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം തുടർച്ചയായി നടന്നപ്പോൾ ലെബനന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ആ നാശനഷ്ടം ഉണ്ടായതോടുകൂടി ലോകരാജ്യങ്ങൾ, അമേരിക്ക, UN, ഫ്രാൻസ്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് യുദ്ധം ഒന്ന് നിർത്തിവെക്കണം, ഒരു 21 ദിവസത്തേക്ക് ആ യുദ്ധമൊക്കെ ഒന്ന് നിർത്തിവെച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് കേൾക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇനിയും ആക്രമണം തുടരും, ഞങ്ങൾ ആക്രമണം തുടർന്നിട്ട് ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും, അതിനുശേഷം മാത്രം. കാരണം എന്നെങ്കിലും ഈ ആക്രമണം ഇദ്ദേഹം ഈ ഒരു ഇതനുസരിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഹിസ്ബുള്ള ഈ ഹമാസിനെ തീർത്ത് കഴിഞ്ഞ ഉടനെ എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്? അവർ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഹിസ്ബുള്ളയെ ആക്രമിക്കണമെങ്കിൽ ആരുടെയോ പിന്തുണയോടുകൂടി ഞങ്ങളെ നശിപ്പിക്കാൻ വീണ്ടും ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ശ്രമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നേതാവ് ഇസ്രായേലിൽ ഒരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത്. അതായത് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു, വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു, തുടർന്ന് വ്യോമ ആക്രമണം നടത്തുന്നു. ഇതോടുകൂടി ഈ ജൂതരാജ്യത്തെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്ത ഹിസ്ബുള്ള ഏതാണ്ട് നിലംപരിശാക്കി. ഇത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗ്രാഫ് പതുക്കെ ഉയർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിലെ മുഴുവൻ ജനതയും ഈ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്തു, ഭയങ്കര ഒരു ഇമേജ് സൃഷ്ടിച്ചു. ഒപ്പം അമേരിക്കയിലെ ജൂതവംശജർ, മറ്റ് പല രാജ്യങ്ങളിലായി നിൽക്കുന്ന ജൂതർ, ഇവരെല്ലാം തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി കൂടുകയാണ്. വളരെ പെട്ടെന്നാണ് നെതന്യാഹു ഒരു ഹീറോയായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അതായത് നേരത്തെ ഈ പറയുന്ന ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജൂതവംശജർ ഈ ആക്രമണം ഭയന്ന്, ഹമാസിൻ്റെ ആക്രമണം ഭയന്ന് ഇവിടുന്ന് മാറിപ്പോയിരുന്നു, പ്രത്യേകിച്ച് ഈ വടക്കൻ ഇസ്രായേൽ മേഖലയിലുള്ളവർ. അപ്പോൾ അവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കും. ഗസയിലെ തകർന്ന കെട്ടിടങ്ങൾ മുഴുവൻ മാറ്റി, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാക്കി പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവിടെ പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കും. ഇതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ഇത് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണെന്ന് അവർ വ്യക്തമാക്കി. അങ്ങനെ വ്യക്തമാക്കിയപ്പം ഈ ജൂതിഷ് ജനതയ്ക്ക് ഭയങ്കരമായിട്ട് അതിൽ താല്പര്യം തോന്നി. കാരണം തങ്ങളുടെ ജനതയെ ഇവിടെ പുനരധിവസിപ്പിക്കാൻ ഈ ബെഞ്ചമിൻ നെതന്യാഹു വളരെ പ്ലാൻഡായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം നെതന്യാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ നേരത്തെ ജോ ബൈഡനും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയും എതിർത്തിരുന്നു. ഇദ്ദേഹം അവിടുത്തെ ബന്ദികളെ മോചിപ്പിക്കാനൊന്നും ചെയ്യുന്നില്ല. ജോ ബൈഡനും ഈ പറയുന്ന ഡെമോക്രാറ്റുകളും ഇദ്ദേഹത്തിനെതിരെ, അതായത് നെതന്യാഹുവിനെതിരായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ഈ രാജ്യത്തെ ബന്ദികളെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാനോ ഒന്നും സഹായിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിയ ഈ ആക്രമണത്തെ ലോകം മുഴുവൻ അംഗീകരിച്ചു. കാരണം ഹിസ്ബുള്ള ഇത്തരത്തിലൊരു ലക്ഷ്യമായിട്ട് വന്നപ്പോഴാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള പേജർ ആക്രമണവും ബോംബ് സ്ഫോടനവും ഒക്കെ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഈ വ്യോമാക്രമണം നടത്തിയിട്ട് ലോകരാജ്യങ്ങൾ ഇന്ന് വരെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ പറയുന്നില്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ കയ്യിൽ മാരകമായ എന്തോ കുഴപ്പമുണ്ടായിരുന്നു എന്ന് ആ ലോകരാജ്യങ്ങൾക്കും മനസ്സിലായി. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജോ ബൈഡൻ പറയുന്ന നിലപാടുകളോട് അവിടുത്തെ പാർലമെൻറ്റ്, അതായത് ഭരണകൂടം ഉണ്ടല്ലോ, അമേരിക്കൻ ഭരണകൂടത്തിന് വ്യത്യസ്തമായ ഒരു നിലപാട്. അപ്പോൾ ജോ ബൈഡൻ പറയുന്നത് 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന്. പക്ഷേ ഭരണകൂടം പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, ഇവരുടെ നിലപാട് ശരിയാണ്. അപ്പോൾ വടക്കൻ ലെബനോൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ ഇസ്രായേൽ, അതിനുശേഷം ഈ വെടിനിർത്തൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം ഈ ജോ ബൈഡനും ഏതാണ്ട് ഒരു പരോക്ഷ പിന്തുണ നെതന്യാഹുവിന് കൊടുക്കേണ്ടി വരുന്നു. അപ്പം നെതന്യാഹു വീണ്ടും ഒരു സൂപ്പർ വലിയ നേതാവായി വീണ്ടും വരികയാണ്. ഒരു എതിർപ്പുകളും ഇല്ലാത്തൊരു നേതാവ്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് ഈ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും അവിടെ 1500-ഓളം പേരെ കൊന്നു, 100-150 പേരെ ബന്ദികളാക്കി. അന്ന് ഇദ്ദേഹത്തിന് ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നെതന്യാഹുവിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നു. ടെൽ അവീവിലൊക്കെ നിരവധി ആളുകൾ തെരുവിലിറങ്ങി ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തി. ഹമാസിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആ നാട്ടിലെ ജനങ്ങൾ വീണ്ടും പ്രധാനമന്ത്രിയാക്കി. അദ്ദേഹം അവിടെ പലതവണ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം അവിടുത്തെ കമാൻഡോ ഫോഴ്സിലെ അംഗമായിരുന്നു. അതുകൊണ്ട് സൈനിക സേവനം നടത്തിയുള്ള എക്സ്പീരിയൻസ് അറിയുന്നു. സൈനിക സേവനത്തെക്കുറിച്ച് അറിയാം. ഇസ്രായേലിനെ സംബന്ധിച്ച് അറിയാലോ, അവിടുത്തെ പുരുഷനും സ്ത്രീയും എല്ലാം നിർബന്ധിത സൈനിക സേവനം നടത്തണം. അതിനുശേഷം അവർക്ക് മറ്റ് ജോലികളിലേക്ക് പോകാം, ഡോക്ടറാകാം, വക്കീലാകാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാം, അങ്ങനെ പല മേഖലകളിലേക്കും തിരിയും. അപ്പോൾ ഇവർ മുഴുവൻ ഇത്തരത്തിലുള്ള സൈനിക സേവനം നടത്തിയ ആളുകളായതുകൊണ്ട് ഈ ബെഞ്ചമിൻ
നെതന്യാഹുവിന് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ബോസ്റ്റണിലേക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു. അതിനുശേഷം പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ് വീണ്ടും ഈ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പോഴാണ് അവിടെ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു. അപ്പോഴാണ് ഈ ഹമാസുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമാകുന്നത്. അപ്പം തൻ്റെ നയതന്ത്രപരമായ നിലപാടുകൾ കൃത്യമായി അപ്ലൈ ചെയ്യാനായിട്ട് നെതന്യാഹുവിന് സാധിച്ചു. അതുകൊണ്ടാണ് ഹമാസിനെ തീർത്തതോടുകൂടി ഒരു വലിയ ഇമേജൊക്കെ കിട്ടി. അങ്ങനെ ജ്വലിച്ചുയരുന്ന ഒരു സൂര്യൻ എന്നാണ് ഇപ്പം ഈ ഇദ്ദേഹത്തെ വിളിക്കുന്നത്, നെതന്യാഹുവിനെ വിളിക്കുന്നത്. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ച ഉടനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അവിടുത്തെ ഹിസ്ബുള്ളയുടെ നേതാക്കളെല്ലാം തന്നെ കൊന്നു. പേജർ ആക്രമണത്തിൽ ഒരുപാട് നേതാക്കൾക്ക് ജീവൻ നഷ്ടമായി. അങ്ങനെ സംഭവിച്ചപ്പോൾ മൊസാദ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, മൊസാദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചാര സംഘടന എന്ന് പറയാം. സത്യത്തിൽ അതൊരു ചാര സംഘടനയല്ല, അവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയാണ്. നമ്മൾ ചാര സംഘടന എന്ന് പറഞ്ഞാൽ രഹസ്യമായി ഓപ്പറേഷൻ നടത്തും. ഇപ്പോൾ അമേരിക്കയ്ക്ക് CIA ഉണ്ട്, ഇന്ത്യക്ക് റോ ഉണ്ട്. ഇതൊന്നും ചാര സംഘടനയല്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇത്തരം സംഘടനയുണ്ടെന്ന്. പക്ഷേ മൊസാദിനെ നമ്മൾ മലയാളത്തിൽ പറയാൻ എളുപ്പത്തിൽ ചാര സംഘടന എന്ന് വിളിക്കുന്ന, പക്ഷേ ഇവരുടെ റോ അത് തന്നെ. അപ്പോൾ ഈ മൊസാദിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതവും രഹസ്യ സ്വഭാവമുള്ളതുമാണ്. ആർക്കും അനുകരിക്കാൻ കഴിയാത്ത, മറ്റുള്ളവരെ അത്ഭുത പരതന്ത്രരാക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തും. ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരെ മറ്റേത് രാജ്യത്ത് വേണേലും പോയി ചെന്ന് ഈ മൊസാദ് കൊലപ്പെടുത്തും. അത്തരത്തിലുള്ള ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ടാണ് മൊസാദിന് ഒരു വലിയ ഇമേജ് ഉണ്ടായിരുന്നത്. കുറച്ചു കാലമായി ഇമേജിന് കോട്ടം തട്ടി. പക്ഷേ ഈ ഹിസ്ബുള്ള ഭീകരരെയൊക്കെ തീർത്തതോടുകൂടി മൊസാദ് തൻ്റെ പ്രതാപകാലം വീണ്ടെടുക്കുന്നു. അങ്ങനെ ഹിസ്ബുള്ളയെ തീർത്ത മൊസാദും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഒരുമിച്ച് വലിയൊരു ഹീറോയായി ആ നാട്ടിലൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിനിടയിൽ പക്ഷേ വേറൊരു സംഭവം ഉണ്ടായല്ലോ, നമ്മളെ അവിടെ ഒരു ഇന്ത്യൻ ഭടന മരണപ്പെടുകയും അതെ അവിടെ ഇന്ത്യൻ വിമാനം ചെന്നെത്തുകയും ഇസ്രായേലിലൊക്കെ. അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും സൈനികരെ ഉൾപ്പെടുത്തി UN ഒരു സമാധാന സേന നിർണ്ണയിക്കും. അപ്പോൾ ഇന്ത്യയിലെ തന്നെ 10,000 സൈനികരെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ നമ്മൾ സമാധാന സേനയുടെ ഭാഗമായി അയച്ചിട്ടുണ്ട്. ഈ ഇസ്രായേലിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന തടയാൻ വേണ്ടിയിട്ട് 200-300ഓളം ഇന്ത്യൻ സൈനികരെ നമ്മളവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഗോലോൻ കുന്നുകളെന്നാണ് പറയുന്നത്. ഈ ഗോലോൻ കുന്നുകളിൽ ആ മേഖലകളിൽ സിറിയൻ അതിർത്തി ആ ഭാഗത്താണ് ഇന്ത്യൻ ഭടന്മാരെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഉണ്ടാകുന്ന ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായി. അപ്പോൾ അവിടെ എന്തോ ഒരു ആക്രമണം നടന്നു, കുറച്ച് പേർക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്ത വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വിമാനം പെട്ടെന്ന് അവിടെ പറന്നിറങ്ങുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സഹായിക്കാൻ ഇന്ത്യ വ്യോമസേനയുമായി രംഗത്തേക്ക് എത്തുന്നു. അപ്പം വീണ്ടും നെതന്യാഹുവിന് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടെന്ന് വെച്ചു. പക്ഷേ ഈ ഇന്ത്യൻ വ്യോമസേന അവിടെ പറന്നിറങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹവിൽദാറായ സുരേഷ് എന്ന് പറയുന്ന ഒരു സൈനികന് പരിക്കേറ്റിരുന്നു. ഈ സൈനികനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ വ്യോമസേന ചെയ്യുന്നത്. സത്യത്തിൽ UN ആണ് ഓരോ മേഖലയിലും ഇത്ര സൈനികരെയൊക്കെ നിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹം എവിടുത്തെ സ്വദേശിയായിരുന്നു? അദ്ദേഹം ഇന്ത്യയിൽ ഏത് സംസ്ഥാനക്കാരനാണെന്ന് വ്യക്തമായിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ UN സഹായവുമായി അവിടെ ചെല്ലണം. പക്ഷേ UN സഹായവുമായി ചെല്ലുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ വ്യോമസേന അവിടെ നേരിട്ട് നമ്മുടെ വിമാനം ഇറക്കി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതനുസരിച്ചാവാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും നെതന്യാഹു ഒക്കെ തമ്മിലുള്ള ബന്ധത്തിനുള്ള ദൃഢത എത്രത്തോളം കൂടുതലാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇന്ത്യയുടെ ഭടന്മാരെയും അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ സൈനികരെ ഇങ്ങനെ സമാധാന സേനയ്ക്ക് വേണ്ടി വിടുന്ന 3 രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ആ ഇന്ത്യയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു രക്ഷപ്പെടുത്തൽ നടത്തിയത്. ഇത് ഇന്ത്യക്ക് മറ്റുള്ളവർ ഭയപ്പെട്ടു പോയി. മാത്രമല്ല ഇന്ത്യ ഇത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യും. നമുക്കറിയാം റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നു. അപ്പോൾ ഇന്ത്യക്കാരായ നിരവധി വിദ്യാർത്ഥികളടക്കം ഈ 2 രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യ വളരെ നയതന്ത്രപരമായ ഇടപെടൽ നടത്തി അവരെ മുഴുവൻ ഇവാക്വേറ്റ് ചെയ്തു. അതൊരു വലിയ പോസിറ്റീവായൊരു സന്ദേശം ലോക ജനതയ്ക്ക് നൽകി. എന്ന് പറയുന്ന പോലെ ഇവിടെയും ഈ യുദ്ധഭൂമിയിൽ നിന്നാണ് ഇന്ത്യ ചെന്ന് വ്യോമസേനാ വിമാനം അവിടെ ഇറക്കിയിട്ട് ഈ ഹവിൽദാറിനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു സൈനികന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് എന്ത് വേണമെങ്കിലും ചെയ്യും. യുദ്ധഭൂമിയിൽ പോലും പറന്നിറങ്ങി ഒരു ആക്രമണത്തിന് തയ്യാറാകും. ഒരുപക്ഷെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമായിരുന്നു? ചിലപ്പോൾ തിരിച്ചടി വേറെ രീതിയിലായി മാറുകയും ചെയ്തേനെ. എന്തായാലും സമാനതകളില്ലാത്ത ആക്രമണമാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയെ കാഴ്ചവെക്കുന്നത്. 21 ദിവസത്തെ വെടിനിർത്തൽ കരാറ് ഇവർ അനുസരിച്ചില്ല, നിർത്തണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഹിസ്ബുള്ള വീണ്ടും ആക്രമിക്കുമെന്നൊരു
കാരണം കൊണ്ടാണ് ചെയ്യാത്തത്. ഈ ഹിസ്ബുള്ളക്ക് യഥാർത്ഥത്തിൽ ഈ ആയുധങ്ങളൊക്കെ കിട്ടുന്നത് എവിടുന്നാണ്? അതാ ഒരു പ്രധാന കാരണം. അപ്പോൾ 21 ദിവസത്തെ ഈ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇസ്രായേൽ ചെയ്യാത്തതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. അതാണ് ഇപ്പോൾ നെതന്യാഹുവിനെ ഏറ്റവും വലിയ പോപ്പുലറാക്കി മാറ്റിയത്. ഏതെങ്കിലും കാരണവശാൽ 21 ദിവസം അവർക്ക് കൊടുത്താൽ ഈ നഷ്ടപ്പെട്ടുപോയ ആയുധങ്ങൾ മുഴുവൻ സംഭരിക്കാൻ അവർക്ക് സമയം കിട്ടും. അപ്പോൾ ഇസ്രായേൽ വിചാരിക്കുകയാണ് എവിടുന്നാണ് ഇവർക്ക് ഈ ആയുധം കിട്ടുന്നത്. അപ്പോൾ തുടർച്ചയായി പേജർ ആക്രമണം, വോക്കി ടോക്കി ആക്രമണം, വ്യോമാക്രമണം ഇതെല്ലാം നടത്തി തകർന്ന ഹിസ്ബുള്ള പിന്നെയും ഈ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി. മാത്രമല്ല ടെൽ-അവീവിലെ മൊസാദിൻ്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിയാണ് അവർ ആക്രമണം നടത്തിയത്. അവർ ഞെട്ടിപ്പോയി. കാരണം മൊസാദിൻ്റെ ഒരു ആസ്ഥാനത്തേക്ക് ആദ്യമായാണ് ഇത്തരം ഒരു ആക്രമണം നടക്കുന്നത്. അതോടുകൂടി ഇസ്രായേൽ സേന ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അപഗ്രഥിക്കാനും അന്വേഷണം നടത്താനും തീരുമാനിച്ചു. അപ്പോൾ അവർ കണ്ടെത്തിയൊരു കാര്യം, ഇറാനിൽ നിന്ന് കപ്പലിൽ ആയുധങ്ങൾ ലെബനനിൽ എത്തിക്കുന്നു. ഈ ലെബനനിൽ എത്തിക്കുന്ന ആയുധങ്ങളാണ് നേരെ ഈ ഹിസ്ബുള്ളയിലെ ഭീകരന്മാരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കപ്പൽ ഓടി വരാനുള്ള സമയമുണ്ടല്ലോ, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ പിന്നീട് അവർ വീണ്ടും നിരീക്ഷണം ശക്തമാക്കിയപ്പോൾ മനസ്സിലായി രാത്രി കാലങ്ങളിൽ ഇറാനിൽ നിന്ന് വലിയ വിമാനങ്ങൾ ഈ ബെയ്റൂത്തിലേക്ക് വന്നിറങ്ങുന്നു. ബെയ്റൂത്ത് എന്ന് പറഞ്ഞാൽ ലെബനൻ്റെ തലസ്ഥാനമാണ്. അവിടെ വന്നിറങ്ങിയിട്ട് അവിടെ റോക്കറ്റും മറ്റ് ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഇസ്രായേലിന് മനസ്സിലായി ഇറാനാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം ഹിസ്ബുള്ളയ്ക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയപ്പോൾ അവിടുത്തെ മതാചാര്യനുണ്ട് അയത്തുള്ള അലി ഖമേനി, അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഹിസ്ബുള്ളയെ ആക്രമിച്ചതിന് ഞങ്ങൾ പകരം ചോദിക്കും. അപ്പം ഞങ്ങൾ പകരം ചോദിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പകരം ചോദിക്കുന്നൊരു വ്യക്തത അതിനകത്ത് വന്നു. അപ്പം ഇറാൻ ഈ ആയുധ സപ്ലൈ നടത്തുന്നത് കൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഞങ്ങൾ ഇറാൻ്റെ ആയുധ സപ്ലൈ കട്ട് ചെയ്യും, ആയുധങ്ങൾ കിട്ടിയാൽ മാത്രമല്ലേ ഞങ്ങളെ ആക്രമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും നിശബ്ദരായി പെട്ടത് അവർക്ക് ആയുധങ്ങൾ കിട്ടാതെ വന്നതോടുകൂടിയാണ്, അവിടുത്തെ ആൾബലം കുറഞ്ഞതോടുകൂടിയാണ്. എന്ന് പറയുന്നത് പോലെ ഇറാനിൽ നിന്ന് ആയുധം ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അവരും നിരായുധരായി പോകും, അവർക്ക് പിന്നെ ഇസ്രായേലുമായിട്ട് ആക്രമണം നടത്താൻ പറ്റില്ല. അപ്പം ഈ മൊസാദും ഇസ്രായേലും തീരുമാനിക്കുകയാണ് ഇനി ഇറാനിൽ നിന്ന് കപ്പൽ വഴിയോ വിമാനം വഴിയോ ആയുധങ്ങൾ ലെബനനിലേക്ക് എത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ ഇസ്രായേൽ ചിലപ്പം സഹായിക്കുന്ന അമേരിക്കയോടൊക്കെ ആവശ്യപ്പെട്ടാൽ പോലും ഈ ആയുധ സപ്ലൈ അവിടെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയും ഒരു പ്ലസ് പോയിന്റ് ഈ നെതന്യാഹുവിന് കിട്ടി. ഇതോടുകൂടി ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ നെതന്യാഹു ഒരു വലിയ ഹീറോയായി മാറി. എത്ര അഭിനന്ദിച്ചാലും അതിനെ കുറച്ച് കാണാൻ പറ്റാത്ത അത്രയും വലിയ ഒരു അഭിനന്ദനം അർഹമായി. മാത്രമല്ല ഈ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ലെബനോൻ. അവിടെ പിന്നീട് ഈ ഹിസ്ബുള്ള കൈയേറുകയും അവിടുത്തെ ഭരണമൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തായിരുന്നു. അന്ന് UN പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികളെ മുഴുവൻ ഇല്ലാതാക്കും, അവരുടെ അഡ്രസ്സ് ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഹിസ്ബുള്ള അവിടെയുണ്ട്, അവർ പ്രവർത്തനം നടത്തുന്നു, അവർ ഈ പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇനി ഞങ്ങൾ അനുവദിക്കില്ല, ഇനി UN സഹായമൊന്നും വേണ്ട, ഞങ്ങളങ്ങ് തീർത്തോളാം. ഹമാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ ജൂത ജനതയ്ക്ക് അവർക്ക് പുതുതായിട്ട് പഴയ സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കും, ഒപ്പം ഈ ഹമാസിനെ തീർത്ത പോലെ ഹിസ്ബുള്ളയുടെ വേരർക്കും. അതുകൊണ്ടാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് റോക്കറ്റ് തൊടുക്കുമ്പോൾ അവിടേക്ക് ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം നടത്തി അവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. 21 ദിവസത്തെ വെടിനിർത്തൽ നടത്തിയിരുന്നുവെങ്കിൽ ഇറാനിൽ നിന്നുൾപ്പെടെ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് കിട്ടുമായിരുന്നു. അത് വീണ്ടും ആക്രമണം ഉണ്ടാവും, അത് തടയുകയാണ്. കാരണം എങ്ങനും ആയുധം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും UN ഒക്കെ പറഞ്ഞിട്ടും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ബോൾഡായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അതാണ് അദ്ദേഹത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കുന്നത്. എന്തായാലും ഈ സമാനതകളില്ലാത്ത ആക്രമണവുമായി നെതന്യാഹു മുന്നോട്ട് പോകുന്നു, ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതോടുകൂടി നെതന്യാഹു വലിയൊരു ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷം കൂടി ഇല്ലാതായിരിക്കും. അതെ, അതായത് നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ പ്രതിപക്ഷ പാർട്ടികൾ, അവർ മുഴുവൻ ഇപ്പം നെതന്യാഹുവിൻ്റെ ആരാധകരായി മാറി. അതുപോലെ തന്നെ ഈ അമേരിക്കൻ ഭരണകൂടം അവരും നെതന്യാഹുവിനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്തൊരു ഇലക്ഷൻ നടന്നെന്ന് വെച്ചു, ഒരുപക്ഷെ നെതന്യാഹു ഇന്ന് തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെ നെതന്യാഹു ഒരു വലിയ സൂര്യനായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.